അതെ, നിർത്ത് നിർത്ത് നിർത്ത്, അവിടെ നിർത്ത്. സ്വന്തം പേരെഴുതിയ കടലാസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വന്നിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് നോക്കിയെടുക്കുന്ന പണ്ടത്തെ പരിപാടിയേ. അത് വേണ്ട, നോക്കട്ടെ. മെമ്പർ സ്ഥാനവും അച്ചാർ കമ്പനിയും പശുക്കറവയും ഒക്കെ ഉള്ള സുനന്ദ മെമ്പർക്ക് ഈ അയൽക്കൂട്ടത്തിന്റെ ചിട്ടി കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ? ഇലക്ഷനുള്ള കാശ് പാർട്ടി തരില്ലേ? എൻ്റെ തങ്കമ്മ ചേച്ചി, ചെലവിനൊത്ത വരവില്ല. അച്ഛൻ്റെ കേസും മരുന്നും വീട്ടുകാരും അനിയൻ്റെ കടവും കഴിഞ്ഞ 2 തവണയും ചിട്ടി പിടിച്ചപ്പോൾ ഞാൻ വന്നു പോലുമില്ലല്ലോ. ഇത്തവണ ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി. ചിട്ടി കിട്ടിയാലേ നമ്മുടെ യശോദ ചേച്ചിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണല്ലോ പ്രചാരണത്തിനിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ വന്നേ. അല്ലല്ല, അത് വേണ്ട, അത് വേണ്ട. ഇത്തവണ വേറെ ആരെങ്കിലും എടുക്കട്ടെ. ഫാത്തിമ. സുനന്ദ മെമ്പർക്ക് ഇനി ഇത്തവണത്തെ ചിട്ടി എഴുതിയില്ലേ? എന്നാ ഞാൻ എടുത്തോ. ശരിയാ, ശരി. എന്നാ നിങ്ങൾ നീ കൈവായ്പ മേടിച്ച പൈസ എന്തിയേ? ചേച്ചി ബ്ലൗസ് മേടിക്കേണ്ടതാ. ശരിയാ, ഒരു പെശവുണ്ട്. നീ ഒന്ന് നോക്കണേ. ഞാൻ ആരുടെയൊക്കെ പറയാൻ നടന്ന ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല. എന്റെ കുഞ്ഞ് ചേച്ചി, ഞാൻ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇവളാണ് കൊച്ചിനെ കൊന്നത്. ചികിത്സാ ചെലവിനുള്ള അപേക്ഷ പൂർത്തി കളഞ്ഞത് ഇവളാണ്. ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ട് ഇവിടെ തന്നില്ല. എന്നിട്ടിപ്പോ വന്ന് നിൽക്കണം. എപ്പ് കണ്ടില്ലേ? കണ്ണി ചോരല്ലാത്തവള്. അതെ, നിങ്ങൾ നാട്ടിൽ ചോദിക്കേ. എന്നോട് ചതി വേണമായിരുന്നോ? എനിക്ക് ഞാനെ കാണണ്ട. സ്വിച്ചിട്ടോലല്ലേ മഴ. അച്ഛനറിഞ്ഞു കുറച്ചു മുമ്പ്. ഒന്നും നമ്മുടെയിലല്ലല്ലോ മോളെ, വിധിച്ചതേ വരൂ. ആ കൊച്ചിന് അത്രേ ആയുസേ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളൂ. മനഃപൂർവ്വം ഞാൻ അറിയാലോ. കാശില്ലാഞ്ഞിട്ടായിരുന്നു സത്യം. ഇന്നേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും പുഷ്കരം വിചാരിച്ചാൽ നിന്റെ സത്യം ഇല്ലാതാവില്ലല്ലോ മോളെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ആ തെറ്റ് പാർട്ടി തിരുത്തുകയും ചെയ്തു. എടാ, ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, നിന്റെ ബാല്യകാല സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത്. നീ തിരിച്ചു വരണം. സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തിരിച്ചു വരണം. എടാ, നിന്റെ ഉള്ളിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനാവാൻ മാത്രമേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. കെ.പി. ബാബുക്ക പറഞ്ഞ് കറക്റ്റാ. എടാ, ഈ തീരുമാനം ഇനി മാറില്ല. മാറിയാൽ ബാബുരാജ് പിന്നെ ഈ പാർട്ടിയിലുണ്ടാവില്ല. ജനലക്ഷങ്ങൾക്ക് സ്വീകരണം ഏറ്റുവാങ്ങി
ഏറ്റുവാങ്ങിക്കൊണ്ട് LDP സാരഥികളായ KP സുരേഷും ബാബുരാജും ഇതാ കടന്നു വരുന്നു. അതുകൊണ്ട് മോളെ ഞങ്ങൾക്ക് വേണം. ഒരു ബലിദാനിയായിട്ട് അവളെ ഞങ്ങൾ ഇങ്ങ് എടുക്കുക. വയ്യാതെ കിടന്നപ്പോ ഒരുത്തരം കണ്ടില്ലല്ലോ ഒന്ന് എടുത്തോണ്ട് പോകാൻ പോലും. കൊന്നുകളഞ്ഞില്ലേ എന്റെ മോളെ. എന്നിട്ടിപ്പോ 16 തികയുന്നതിന് മുന്നേ വന്നേക്കുന്നു. എന്റെ വായിരിക്കുന്നത് കേൾക്കണമെങ്കിൽ പൊക്കോണല്ല. ഒഴുകമാര് വന്നേക്കുന്നു കൊത്തിപ്പറിക്കാനായിട്ട്. ഇത്രയും ചലോ ദേശാടന കിളികളുടെ കരച്ചിലാണെന്ന് തോന്നുന്നു. അത് അനുവദിച്ചുകൂടാ. ചെല്ല് ഇപ്പൊ കിട്ടും രക്തസാക്ഷി. ഇതുവരെയായിട്ട് കപ്പപ്പത്തിൽ കണ്ടില്ലേ? സഖാവേ, നമ്മുടെ രക്തസാക്ഷിയന്മാർ വലുതാനെയാക്കി കൊണ്ടുപോയോ? സഖാവേ ഊളത്തരം പറയരുത്. സഖാവേ, ആ സുരേഷ് എന്നേ അവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യിക്ക്. ഞങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്ത് നിൽക്കാം. ആ ചെല്ലുന്നു ചെല്ല് ചെല്ല്. വർക്കിച്ചൻ പറഞ്ഞു തരാം. കൊച്ചി മരിച്ച സംഭവം മുന്നണിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. LDPയും BRPയും അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. സുനന്ദ കുറെ കൂടെ ഒക്കെ ശ്രദ്ധിക്കണമായിരുന്നു. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതില്ലേ മറ്റുള്ളവരുടെ വാർഡിൽ കയറി തലയിടരുന്ന്. അനുഭവിച്ചോ? ഏതായാലും സുനന്ദയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം ഇനി ദോഷം ചെയ്യും. തൽക്കാലം നമുക്ക് ഗിയർ ഒന്ന് മാറ്റിപ്പിടിക്കാം. ആ ഒരു വിശേഷം പറയാൻ മറന്നുപോയി. ഞാൻ ഇവളുടെ മിന്നുകെട്ടം ഉറപ്പിച്ചു. ഇലക്ഷൻ കഴിഞ്ഞ ഉണ്ടാവും. അത് ശരി. അപ്പോ കാര്യത്തിലേക്ക് വരാം. ഇതുപോലൊരു മരണം മൂലമായിരുന്നു പീതൻ ഈ പഞ്ചായത്തിലെ ഹീറോ ആയത്. ഇപ്പൊ മറ്റൊരു മരണം മൂലം മകൾ സീറോ ആവും. ഇതൊക്കെയായിരിക്കും കാലത്തിന്റെ കാവ്യനീതി. ധന്യമോളുടെ മരണം ഒരു കൊലപാതകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന UDPക്കാർ തന്നെയാണ് ഇതിൽ ഒന്നാം പ്രതികൾ. അതിലൊരു മെമ്പറിന്റെ കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ LDP അധികാരത്തിലെത്തിയാൽ ഇനിയൊരു ധന്യമോൾ ഇവിടെ ഉണ്ടാവില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞപ്പോഴാണ് അങ്ങ് റഷ്യയിൽ 1939 നടന്നൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിന് ഒരാഴ്ച മുമ്പ് ഇതുപോലൊരു അമ്മയുടെ മകൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ചുവന്ന ബക്കറ്റുകൾ നടന്നു തുടങ്ങാറായി. എന്തൊക്കെ പറഞ്ഞാലും ധന്യമോളുടെ മരണം സുനന്ദയ്ക്കൊരു വെള്ളടിയാ. ജലദോഷം കുറവുണ്ടോ മോളെ? ആ കുഞ്ഞിന്റെ മരണം എൻ്റെ തലയിലായി. ഇപ്പം അതും പറഞ്ഞാണ് ഓരോ വീട്ടിലും കയറി വോട്ട് പിടുത്തം. സുരേഷിന്റെ വിശദീകരണം കൂടി ആയപ്പോൾ പൂർത്തിയായി. ഓ, നമ്മുടെ പാർട്ടിയുടെ നിലപാടെന്താ അറിയാലോ. ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പം അവരും ഇതൊരു അവസരമാക്കുക. ഇത്തവണ ഡേറ്റാ. രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾക്കെല്ലാം അല്പായുസമുള്ളൂ മോളെ. പുതിയ ഒരെണ്ണം കിട്ടുമ്പോൾ ഇപ്പോഴുള്ളത് രാഷ്ട്രീയക്കാരും ചാനലുകാരും ജനങ്ങളും ഒക്കെ അങ്ങ് മറക്കും. നാളത്തെ കാര്യം നാളെ അറിയും. വലിയൊരു കലാപമാണ് ഇവിടെ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത്. ആധുനിക ചക്രകൂടത്തിന്റെ പിതാവായ കേളുജിയുടെ പ്രതിമയാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത്. കേളുജി ഞങ്ങളുടെ എല്ലാം ആത്മാവായിരുന്നു. അതാണിപ്പോ തകർക്കപ്പെട്ടിരിക്കുന്നത്. പരാജയ ഭീതി പൂണ്ട് LDPക്കാരും BRPക്കാരും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന്റെ പിന്നിൽ. ഈ കൊടും ക്രൂരതയ്ക്കുള്ള മറുപടി ചക്കരക്കുടത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ നൽകും. ഈ കേസ് CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ സംഭവം ഏത് മുന്നണിക്കാണ് മുൻതൂക്കം നൽകിയെന്നറിയാൻ ഇലക്ഷൻ ഫലം വരും വരെ കാക്കേണ്ടി വരും. നിമിഷ, സത്യമായിട്ട് ഞാനല്ല. ക്ഷമിക്കണം, നിമിഷയുമായുള്ള കണക്ഷൻ പോയിരിക്കുന്നു. നിമിഷ ലൈനിലുണ്ടോ? നിമിഷ് ചേട്ടാ വോട്ട് തരണേ. ഇതൊക്കെ ഒരു പൈൻ്റെ വീഴും. അത് നമ്മുടെ സ്വന്തം വീടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പ്രതിമയുടെ കൈ ഒടിച്ച് നമ്മുടെ പിള്ളേരാണെന്നൊരു സംശയമുണ്ട്. ഏയ് അത് UDPക്കാരാ. ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഡെക്ക് വിലയല്ലേ. നാളെ ഹർത്താൽ വല്ലതും കാണും. അളിയ നാളെ ഹർത്താല കേട്ടോ. നീ ബിയർ ചെയ്യുന്ന ഒരു ഫുൾ എനിക്കും വാങ്ങിച്ചു. ബ്രാൻഡ് നോക്കണ്ട. ആരാണ് പ്രഖ്യാപിച്ചതെന്ന് അറിയാത്ത ഹർത്താൽ കേരളത്തിൽ പൂർണ്ണം. പ്രതിമാ സംഭവം മൂത്തെങ്കിലും ഹർത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് സ്പാർക്ക് ഉണ്ടാക്കിയില്ല. എങ്ങനെ ഉണ്ടാവാനാ? അവന്മാര് പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നമ്മളെ ഒതുക്കാനായിട്ട്. ഇതിപ്പോ പഞ്ചായത്ത് ആര് പിടിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ നമ്മുടെ ശക്തി കാണിച്ചേ പറ്റൂ. കുടിക്കേ. ഒരു ബേക്കറിലെ കളയാൻ നടത്തിയാലോ? അതുപോരാ, ഇച്ചിരൂടെ വലിയ സ്പാർക്ക് വേണം. ചക്കരക്കൂടെ നിന്ന് കത്തണം. എന്നാ ഇമ്മനി വലിയൊരു ഐഡിയ നിങ്ങൾ പറ.
അമ്പലത്തിന്റെ മുമ്പിൽ ഞങ്ങളൊരു ജീവിയുടെ തല കൊണ്ടുവയ്ക്കാം, പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ഒരു മൃഗത്തിന്റെ തല കൊണ്ടുവയ്ക്ക്. ഒരൊറ്റ ഫോട്ടോ മതി, ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ നമുക്ക് തകർക്കാം. ഇനിയും വൈകണ്ട, പണി തുടങ്ങിക്കോ. സുനന്ദ മെമ്പറെ, ഇവര് ചിലതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാ. ഇവിടെ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. വേണ്ടത് ഞാൻ ചെയ്തോളാം. ശരി. മൊത്തം പോലീസാ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും പറ. മൊത്തം പൊളിഞ്ഞു. ഇനിയിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുക. ഞങ്ങളെ വാർഡിൽ ഞങ്ങൾക്കുള്ള വോട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മറിച്ചു തരാം, പകരം ഇങ്ങോട്ടും മറിച്ചാ. ഓടിക്കോ പോലീസ്, കേട്ടോ കേട്ടോ.